ഹായ് എവ്രി വൺ, സോഷ്യൽ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ 12ാമത്തെ ചാപ്റ്റർ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് വാട്ടർ ഓൺ എർത്ത്, ഭൂമിയിലെ ജലം. വാട്ടർ ഓൺ എർത്ത്, നമ്മുടെ ഭൂമിയിലെ ജലവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ജലം എന്ന്, വാട്ടർ എന്ന് നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത്. സോ 12th ചാപ്റ്റർ, വാട്ടർ ഓൺ എർത്ത്. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ നമുക്ക് കാണാം 22nd മാർച്ച് വേൾഡ് വാട്ടർ ഡേ. അതായത് ലോക ജലദിനമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിനമാണ് മാർച്ച് 22. ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് മാർച്ച് മാസം എന്നൊക്കെ പറയുമ്പോൾ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ വില ശരിക്കും നമ്മൾ അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. വേനലാണ്. പല സ്ഥലത്തും വെള്ളമില്ലാത്ത, കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനം നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു ദിനമാണ്. വെള്ളത്തിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു റിസോഴ്സ് ഭൂമിയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് വെള്ളം അല്ലെങ്കിൽ ജലം എന്ന് പ്രത്യേകം ഓർക്കുക. എനിവേ, 22nd മാർച്ച് ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് വാട്ടർ ഡേ. ലോക ജലദിനമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിനമാണ് മാർച്ച് 22. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ക്വസ്റ്റ്യനും താഴെ കാണാം. വിൽ ഓൾ ദീസ് ബി ഹിയർ ടുമോറോ? വിൽ ഓൾ ദീസ് ബി ഹിയർ ടുമോറോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം നാളെയും ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ വിഭവങ്ങളെല്ലാം, ഈ ജലവും ജലസമൃദ്ധിയും എല്ലാം നാളെയും ഇവിടെ തന്നെ ഉണ്ടാകുമോ, ബാക്കി കാണുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടുമാറോ എന്നൊരു ക്വസ്റ്റ്യനും ഉണ്ട്. അതായത് നാളെ എന്താണ് ഇനി വരിക, നാളെ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യമാണ്. ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ചോദ്യമാണ് ടുമാറോ എന്ന് എഴുതിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. എനിവേ, നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. ഡോണ്ട് യു റിമെമ്പർ വാട്ട് യു ഹാവ് ലേൺഡ് അബൌട്ട് ദി ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്? അതായത് ഈ ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ ചെറിയ ക്ലാസ്സിൽ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ടർ ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ ദി സസ്റ്റനൻസ് ഓഫ് ലൈഫ് ആസ് എയർ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് വായു എന്നുള്ള, ഓക്സിജൻ എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വായുവിനെ പോലെ തന്നെ, അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ്, മറ്റൊരു ഫാക്ടറാണ് വാട്ടർ എന്നുള്ളത്, ജലം എന്നുള്ളത്. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വായുവിനെ പോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒന്നാണ് ജലം. Look at the poster given above in connection with the World Water Day. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോസ്റ്ററാണ് പറയുന്നത്. ഒന്നുകൂടി നോക്കാൻ വേണ്ടി പറയാണ്. ഡിസ്കസ് ഇൻ ദി ക്ലാസ് ദി ആങ്സൈറ്റി പോസ്ഡ് ബൈ ദി പോസ്റ്റർ വിത്ത് റിഗാർഡ് ടു വാട്ടർ, ദി പ്രഷ്യസ് നാച്ചുറൽ റിസോഴ്സ്. അതായത് ഈ ഒരു ജലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെയും ഈ വിഭവങ്ങളൊക്കെ ഇവിടെ കാണോ, ജലസമൃദ്ധി ഇത്രത്തോളം നാളെയും നാളത്തെ സമൂഹത്തിനും ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ആ ഒരു പോസ്റ്ററിൽ നമ്മൾ ശ്രദ്ധിച്ചു നേരത്തെ. അപ്പം അങ്ങനെ ഒരു ആശങ്ക പങ്കുവെക്കുന്ന ഒരു പോസ്റ്ററാണ്. നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു, ജലമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. So let's try to understand more about water that is so vital for the existence of all life forms. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണല്ലോ ഈ വാട്ടർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് വാട്ടർ ദാറ്റ് ഈസ് സോ വൈറ്റൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ലൈഫ് ഫോംസ്. അപ്പോൾ അടുത്ത ഹെഡിങ് നമുക്ക് ഇവിടെ കാണാം. വാട്ടർ ഈസ് ലൈഫ്. വാട്ടർ ഈസ് ലൈഫ്, അതായത് ജലം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ തന്നെയാണ്. സോ ജീവജലം എന്ന് നമുക്ക് അവിടെ മീൻ ചെയ്യാം. ഓക്കെ, വാട്ടർ ഈസ് ലൈഫ്, ജീവജലം. ലിസൺ. Earth is the only living planet in the solar system.
നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സോളാർ സിസ്റ്റത്തിലെ ജീവനുള്ള ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ വാട്ടർ. മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നാണ് കരുതപ്പെടുന്നത്? ജീവൻ ആദ്യമുണ്ടായത് ജലത്തിലാണ്, വെള്ളത്തിലാണ് എന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത്. ഓക്കെ, യു ഹാവ് ലേൺഡ് ദി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ ഓൺ എർത്ത് ഇൻ ദി പ്രീവിയസ് ക്ലാസ്സസ്. അതായത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ജലം ഏതൊക്കെ അവസ്ഥയിൽ ഭൂമിയിൽ കാണുന്നുണ്ട് എന്നതിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതായത് ഐസായും വെള്ളമായും നീരാവിയായിട്ടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള വിവിധ സ്റ്റേറ്റ്സ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ, അതിന് നിങ്ങൾ മുൻ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സയൻസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എർത്ത് ഈസ് ഓൾസോ നോൺ ആസ് ദി വാട്ടറി പ്ലാനറ്റ്. അതായത് നമ്മുടെ ഭൂമിക്ക് എന്തും കൂടി പേരുണ്ട്. എർത്ത് ഈസ് ഓൾസോ നോൺ ആസ് എർത്ത് ഈസ് ഓൾസോ നോൺ ആസ് വാട്ടറി പ്ലാനറ്റ്. അതായത് ജലഗ്രഹം എന്നുള്ള ഒരു പേര് കൂടി നമ്മുടെ ഭൂമിക്കുണ്ട്. ഓക്കെ, എർത്ത് ഈസ് ഓൾസോ നോൺ ആസ് വാട്ടറി പ്ലാനറ്റ്. ജലഗ്രഹം എന്നുള്ള ഒരു പേരും കൂടി നമ്മുടെ ഭൂമിക്കുണ്ട്. ഡു യു നോ വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നമ്മുടെ ഭൂമിക്ക് കിട്ടിയത്? ഡു യു നോ വൈ? എന്താണ് കാരണം? നിങ്ങൾക്കറിയോ? എല്ലാവർക്കും അറിയാൻ മതി. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഭൂമിയിൽ കൂടുതലും എന്താണുള്ളത്? വെള്ളമാണുള്ളത്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ, സ്പേസിൽ നിന്ന് ഭൂമിയെ നമ്മൾ നോക്കുന്ന സമയത്ത് നീല നിറത്തിലാണ് കാണപ്പെടുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദി ഫോളോവിങ് ഫിഗർ 12.1. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഭൂമിയുടെ ചിത്രമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ കൂടുതലും നമ്മൾ നീല നിറത്തിലാണ് കാണുന്നത്. ആ നീല നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? വെള്ളത്തെ സൂചിപ്പിക്കുന്നു. യു മൈറ്റ് ഹാവ് കൺവിൻസ്ഡ് ദാറ്റ് ദി എർത്ത് ഈസ് കോൾഡ് സോ ബിക്കോസ് 3/4 ഓഫ് ദി എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. ഓക്കെ, നമ്മുടെ ഭൂമിയെ വാട്ടറി പ്ലാനറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? 3/4 ഓഫ് ദി എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. നമ്മുടെ ഭൂമിയുടെ 4/3 ഭാഗവും, ഭൂമിയുടെ എന്നല്ല, ഭൂമിയുടെ ഉപരിതലത്തിന്റെ, ഓക്കെ, എർത്ത് സർഫസിന്റെ, ഭൂമിയുടെ ഉപരിതലത്തിന്റെ 3/4, 4/3 ഭാഗവും എന്താണ്? ഇസ് കവേർഡ് വിത്ത് വാട്ടർ. ഓക്കെ, അത്രയും ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കാണ്, അല്ലെങ്കിൽ വെള്ളമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജലഗ്രഹം എന്ന് വിളിക്കുന്നത്, വാട്ടറി പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. ആസ് 71% ഓഫ് എർത്ത് സർഫസ്, ശ്രദ്ധിക്കുക, 71% of Earth's surface is covered with water. It appears to be blue, a pale blue sphere when viewed from space. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ, നമ്മുടെ പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71%, ഓക്കെ, ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% എന്താണ്? ജലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു നീല ഗോളമായിട്ട്, ഓക്കെ, ഒരു നീല ഗോളമായിട്ട്, പെയിൽ ബ്ലൂ സ്ഫിയർ, ഒരു നീല ഗോളമായിട്ടാണ് നമ്മൾ ഭൂമിയെ കാണുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ താഴെ കാണുന്ന ചിത്രം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു നീല നിറത്തിൽ എന്തുകൊണ്ട് നമ്മുടെ ഭൂമിയെ കാണുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അതായത് 71% ഓഫ് ദി എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ബ്ലൂ, എ പെയിൽ ബ്ലൂ സ്ഫിയർ വെൻ വ്യൂഡ് ഫ്രം സ്പേസ്. അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% ജലമായതുകൊണ്ട് നമ്മൾ സ്പേസിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഭൂമിയെ ഒരു നീല ഗോളമായിട്ട് നമുക്ക് കാണും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സംഗതികളാണെങ്കിലും നമ്മൾ ഒന്നും കൂടി ഇവിടെ പറഞ്ഞതാണ്. ലിസ്റ്റ് ഔട്ട് ദി സോഴ്സസ് ഓഫ് വാട്ടർ അതർ ദാൻ ഓഷ്യൻസ്. നമ്മളോട് പറയാണ്, അതും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എന്താ പറയുന്നത്? ലിസ്റ്റ് ഔട്ട് ദി സോഴ്സസ് ഓഫ് വാട്ടർ അതർ ദാൻ ഓഷ്യൻസ്. അതായത് ഓഷ്യൻസ് അല്ലാതെ, സമുദ്രങ്ങളെ കൂടാതെ മറ്റേതെല്ലാം ജലസ്രോതസ്സുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം? ഓക്കെ, ഓഷ്യൻസ് അല്ലാതെ വേറെ ഏതൊക്കെയാണ് വാട്ടർ സോഴ്സസ്? ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, സ്പ്രിങ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ? നീരുറവകളാണ്. സ്പ്രിങ്സ് എന്ന് പറയുമ്പോൾ നീരുറവകളാണ്. അതേപോലെ നമുക്ക് എഴുതി കൊടുക്കാനുള്ള ഒരു പോയിന്റ് ഇവിടെ, ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് എഴുതാം? അവിടെ ഒരുപാട് പോയിന്റുകൾ എഴുതാം. കുറേ ഒന്നും നമ്മൾ എഴുതണ്ട, ഒരു രണ്ട് പോയിന്റ് നമുക്ക് അവിടെ എഴുതി ചേർക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് സ്പ്രിങ്സ് എന്ന് പറഞ്ഞു. അതേപോലെ നമുക്ക് എന്ത് പറയാം? റിവേഴ്സ് പറയാം. ഓക്കെ, അതേപോലെ തന്നെ പോൺസ് പറയാം. പോൺസ്, എന്താ പോൺസ് എന്ന് പറയുമ്പോൾ? ചെറിയ ചെറിയ പോൺസിന്റെ മലയാളം എന്താ പറയാ? ചെറിയ തടാകമല്ല, ചെറിയ കുളങ്ങൾ എന്നൊക്കെ പറയാം. അതേപോലെ ലേക്സ് എന്ന് പറയുമ്പോൾ തടാകങ്ങൾ.
Okay, so these are the sources of water other than oceans. Okay, സമുദ്രങ്ങളെ കൂടാതെ മറ്റ് വാട്ടർ സോഴ്സസ് ആണ് ഈ പറയുന്ന സ്പ്രിങ്സ്, റിവേഴ്സ്, പോൺസ്, ലേക്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും നമ്മളൊരു ചാപ്റ്റർ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ. എനിവേ, നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. ഒബ്സർവ് ദി ഫോളോവിങ് ഡയഗ്രാം. ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു. ആ ഡയഗ്രത്തിൽ എന്തൊക്കെയാ മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഇവിടെ കാണാം, ഫ്രഷ് വാട്ടർ 0.33%. ഓക്കെ, നമ്മുടെ ഭൂമിയാണ് ഈ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഭൂമിയാണ്. നമ്മുടെ ഭൂമിയിൽ ഫ്രഷ് വാട്ടർ എത്രയാണ് കാണുന്നത്? ഓൺലി 0.33%. ഇൻആക്സസിബിൾ ഫ്രഷ് വാട്ടർ 2.67%. എന്താ ഇൻആക്സസിബിൾ ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ? ഫ്രഷ് വാട്ടർ ആണ്, പക്ഷേ എങ്ങനെയുള്ള ഫ്രഷ് വാട്ടറാ? നമുക്ക് ലഭ്യമല്ലാത്ത, അപ്രാപ്യമായ, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമല്ലാത്ത ശുദ്ധജലമാണ്. ഓക്കെ, നമുക്ക് ലഭ്യമല്ലാത്ത ഫ്രഷ് വാട്ടർ ആണ്, കിട്ടാത്ത ഫ്രഷ് വാട്ടർ ആണ് 2.67%. അതേസമയത്ത് സലൈൻ വാട്ടർ എത്രയാ? സലൈൻ വാട്ടറിന്റെ പെർസെൻറ്റേജ് എത്രയാ? സലൈൻ വാട്ടർ എന്ന് പറയുമ്പോൾ ഉപ്പ് വെള്ളം, ഓക്കെ, ലവണജലം, സമുദ്രജലം എന്നൊക്കെ പറയാം. ആ ഉപ്പ് വെള്ളം നമ്മുടെ ഭൂമിയിൽ എത്രയുണ്ട്? 97% ആണ്. 97%. നമ്മുടെ ഭൂമിയിലുള്ള വെള്ളത്തിന്റെ, മൊത്തം വെള്ളത്തിന്റെ 97% സലൈൻ വാട്ടർ ആണ്, ഉപ്പ് വെള്ളമാണ്. ശ്രദ്ധിക്കണേ. അതേസമയത്ത് ബാക്കി 2.67ഉം 0.33ഉം രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്താൽ എത്രയായി? 3%. അപ്പൊ 97% സലൈൻ വാട്ടറും 3% ഫ്രഷ് വാട്ടറുമാണ്. പക്ഷേ ആ 3%ഉം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ആ 3%ൽ 2.67% ഇൻആക്സസിബിൾ ഫ്രഷ് വാട്ടർ ആണ്, നമുക്ക് കിട്ടാത്ത ഫ്രഷ് വാട്ടർ. അതെന്താ അങ്ങനെ പറഞ്ഞാൽ? അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ എവിടെയുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ ഫ്രഷ് വാട്ടർ ആകെ നമുക്ക് ലഭ്യമായിട്ടുള്ള, ആക്സസിബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ഓൺലി 0.33%. അത്ര മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ഈ ഭൂമിയിലുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഇൻആക്സസിബിൾ ഫ്രഷ് വാട്ടർ? നമുക്ക് ലഭ്യമല്ലാത്ത ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ എവിടെയുള്ളതാണ്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എക്സ്ട്രാ റീഡിങ്ങിന്റെ ഒരു ബോക്സ് കാണാം. ഇവിടെ പറയുന്നുണ്ട്, ദി ഐസ് അക്യുമുലേറ്റഡ് ഓൺ ദി മൗണ്ടൻസ്. ശ്രദ്ധിക്കുക, ദി ഐസ് അക്യുമുലേറ്റഡ് ഓൺ ദി മൗണ്ടൻസ് ആൻഡ് പോളാർ റീജിയൻസ് ആൻഡ് ദി ഗ്രൗണ്ട് വാട്ടർ പ്രസന്റ് ഇൻ സം റീജിയൻസ് ആർ ഇൻആക്സസിബിൾ ടു എർത്ത്. അതായത് ധ്രുവപ്രദേശങ്ങൾ, അതായത് മഞ്ഞു മൂടിയിട്ടുള്ള നോർത്ത് പോൾ, സൗത്ത് പോളൊക്കെ ഉണ്ടല്ലോ, ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ധ്രുവപ്രദേശങ്ങളിലും അതേപോലെ ഉയർന്ന പർവ്വതങ്ങളിലൊക്കെ ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞ്, അതേപോലെ ചില പ്രദേശങ്ങളുടെ ഭൂമിക്കടിയിലുള്ള ഭൂഗർഭജലം, ഇതൊക്കെ നമുക്ക് അപ്രാപ്യമായ, നമുക്ക് ലഭിക്കാത്ത ശുദ്ധജലമാണ്. ഓക്കെ, ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഒക്കെ ഉറച്ച് മഞ്ഞായി, ഐസായി ഉറച്ചു കിടക്കുന്നത് ഫ്രഷ് വാട്ടർ ആണ്. പക്ഷേ അതെന്താണ്? ഇൻആക്സസിബിൾ ആണ്, നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രഷ് വാട്ടർ ആകെ 3% ഉള്ളതിൽ 2.67% ഇൻആക്സസിബിൾ ഫ്രഷ് വാട്ടറും അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ഓൺലി 0.33%. അപ്പൊ അത്രത്തോളം വളരെ ചെറിയൊരു അളവ് മാത്രമേ നമ്മുടെ ഭൂമിയിൽ എന്തുള്ളൂ? അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ഉള്ളൂ, അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വാട്ടർ ഈസ് സോ പ്രഷ്യസ്. ഫ്രഷ് വാട്ടർ ഈസ് സോ പ്രഷ്യസ്. വളരെ വിലയേറിയതാണ്, വിലമതിക്കാനാവാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും 2-3 ചോദ്യം താഴെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് മോർ ഓൺ എർത്ത്, ഫ്രഷ് വാട്ടർ ഓർ സലൈൻ വാട്ടർ? വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഏതാണ് നമ്മുടെ ഭൂമിയിൽ കൂടുതലുള്ളത്? സലൈൻ വാട്ടർ ആണ് കൂടുതലുള്ളത്, ഒരു സംശയവുമില്ല, 97%. അതേപോലെ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സലൈൻ വാട്ടർ ടു ദി ടോട്ടൽ വാട്ടർ ഓൺ എർത്ത്? എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 97%. സലൈൻ വാട്ടറിന്റെ പെർസെൻറ്റേജ് ചോദിക്കുകയാണ്, 97%. ആൻഡ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് അവൈലബിൾ ഫോർ ഹ്യൂമൻസ്? ശ്രദ്ധിക്കണം, how much percentage of fresh water is available for humans? മനുഷ്യന് ലഭ്യമായ ഫ്രഷ് വാട്ടറിന്റെ അളവ് എത്രയാണ്? മൊത്തത്തിൽ ഫ്രഷ് വാട്ടർ എത്രയുണ്ട്? 3% ഉണ്ടെങ്കിലും അവൈലബിൾ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്സസിബിൾ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ഓൺലി 0.33%. 0.33%. ഓക്കെ, 0.33%. അത്ര മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ,
Now you might have convinced that the quantity of fresh water is meager on earth. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇത്രയും കാലം ഭൂമിയിൽ ധാരാളം വെള്ളമുണ്ട്, ധാരാളം ജലമുണ്ട്, അപ്പോൾ കുറച്ചൊക്കെ വെള്ളം പാഴാക്കിയാലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടാവും. പക്ഷേ വെള്ളം ധാരാളം ഉണ്ടെങ്കിലും അതിൽ ഫ്രഷ് വാട്ടർ എത്രത്തോളം കുറവാണ് എന്ന് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് ശുദ്ധജലം വളരെ സൂക്ഷിച്ച് മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, താഴെ ഒരു ചോദ്യം കാണാം. Won't this fresh water be exhausted with our use? How are our rivers and wells recharged? അതായത് ഈ ശുദ്ധജലം നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് തീർന്നു പോകില്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മുടെ റിവേഴ്സിലും നമ്മുടെ കിണറുകളിലൊക്കെ വീണ്ടും വീണ്ടും വെള്ളം നിറയുന്നത്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ നമ്മൾ പറയാനായില്ല, കാരണം ആ ഉത്തരം ഇവിടെ പറയാൻ പോവാണ്. താഴെ ഒരു ഹെഡിങ് കാണാം, ഒരു ചിത്രം കാണാം, അതിലൂടെ നമ്മൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പറയാൻ പോവാണ്. സോ എന്താണ് അടുത്ത ഹെഡിങ്? വാട്ടർ സൈക്കിൾ എന്നാണ്. വാട്ടർ സൈക്കിൾ. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജലപരിവൃത്തി എന്നൊക്കെയാ പറയാ. വാട്ടർ സൈക്കിൾ എന്താണ്? ജലപരിവൃത്തി എന്നൊക്കെയാ പറയാം. ജലപരിവൃത്തി. അപ്പൊ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു സൈക്ലിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല വിഷയങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ചില തിയറികളോ ചില കാര്യങ്ങളോ ഒക്കെ ചില കണ്ടന്റുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ ഒരു വാട്ടർ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ കിണറിന്ന് വെള്ളം മുക്കി ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ നദികളിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കാലം ജീവിച്ച മനുഷ്യരും ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരും ഇനി ജീവിക്കാനുള്ള മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഒക്കെ ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആ വെള്ളം തീർന്നു പോകുന്നില്ല, വീണ്ടും വീണ്ടും നദികളിലേക്ക് വെള്ളം എത്തുന്നുണ്ട്, അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഒരു വാട്ടർ സൈക്കിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിത്രം തന്നെ നമുക്ക് നോക്കാം. ആ ചിത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വായിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചിത്രത്തിലേക്ക് വരാം. Observe the diagram and analyze the different states through which water passes and find answers to the following. Okay, അപ്പോൾ ജലം കടന്നു പോകുന്ന വിവിധ ഘട്ടങ്ങൾ ഇവിടെ നോക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് ആ ഒരു ചിത്രം ശരിക്കും നോക്കിയ ശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും വേണ്ടി പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ചിത്രം നമ്മൾ ശരിക്കും നോക്കുക. ഒരു വാട്ടർ സൈക്കിൾ എന്നുള്ള ഹെഡിങ് ഉണ്ട്. ഇവിടെ മഴ പെയ്യുന്നത് കാണാം, അല്ലെ? റെയിൻ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ റിവേഴ്സും ഗ്രൗണ്ട് വാട്ടറും ലേക്സും ഓഷ്യൻ വാട്ടറും ഒക്കെ ആയിട്ട് ആ മഴവെള്ളം താഴെ സംഭരിക്കപ്പെടുന്നുണ്ട്. പിന്നീട് അവിടെ ഇവാപൊറേഷൻ എന്നുള്ളൊരു പോയിന്റ് കാണാം. ഇവാപൊറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ബാഷ്പീകരണമാണ്. അതേപോലെ മറ്റൊരു പോയിന്റ് ആണ് ഈ പ്ലാന്റ്സിന്റെ മുകളിൽ നിന്ന് ട്രാൻസ്പിരേഷൻ കാണാം. ട്രാൻസ്പിരേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ സസ്യങ്ങൾ ജലം പുറത്ത് വിടുന്നുണ്ട്. ഫോട്ടോസിന്തസിന്റെ സമയത്തൊക്കെ സസ്യങ്ങൾ, പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ അളവിൽ ജലകണികകൾ പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് ശ്വസനം എന്ന് പറയാം, സസ്യസ്വേദനം എന്ന് മലയാളത്തിൽ പറയാം. അതാണ് ട്രാൻസ്പിരേഷൻ. അപ്പോൾ അതൊക്കെ എന്തിനു കാരണമാവുന്നു? അവസാനം അത് എഗെയിൻ കണ്ടൻസേഷന് കാരണമാവുന്നു. കണ്ടൻസേഷൻ നടന്നാലാണ് ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവുക. ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടായാലാണ് റെയിൻ, മഴ പെയ്യുമ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് വെള്ളമെത്തുന്നു. വീണ്ടും ഇവാപൊറേഷനും ട്രാൻസ്പിരേഷനും കണ്ടൻസേഷനും അങ്ങനെ അതൊരു സൈക്ലിക്കൽ ഓർഡർ ആയിട്ട് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ സൈക്കിൾ. ഇനി താഴെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻസ് വെൻ സോളാർ റേഡിയേഷൻ ഫോൾസ് ഓൺ ദി വാട്ടർ ബോഡീസ്? അതായത് ഈ വാട്ടർ ബോഡീസ് എന്ന് പറയുമ്പോൾ ഏതാ? നമ്മുടെ നദികൾ, ജലാശയങ്ങൾ, കുളങ്ങളും നദികളൊക്കെ. അപ്പൊ ഈ നദികളിലേക്ക്, ഈ ജലാശയങ്ങളിലേക്ക് അല്ലെങ്കിൽ ജലാശയങ്ങളിലുള്ള വെള്ളത്തിലേക്ക് സൂര്യന്റെ വെളിച്ചം ഏൽക്കുമ്പോൾ, സൂര്യതാപം ഏൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? സോളാർ റേഡിയേഷൻ, സൂര്യന്റെ താപം, സൂര്യന്റെ ആ ഒരു വെയില് ഈ ജലാശയങ്ങളിലേക്ക് കൊള്ളുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കാണാൻ പറ്റും. ഓഷ്യൻ വാട്ടർ, ലേക്സ്, ഇവിടേക്കൊക്കെ വെള്ളമെത്തി, അല്ലെങ്കിൽ കടലിലേക്കും നദികളിലേക്കൊക്കെ വെള്ളമെത്തി ആ വെള്ളത്തിലേക്ക് സൂര്യപ്രകാശം തട്ടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇവാപൊറേഷൻ ഒക്കേഴ്സ്, അല്ലെങ്കിൽ ഇവാപൊറേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്, അഥവാ ബാഷ്പീകരണം സംഭവിക്കുന്നു, അല്ലെ? ആ നദിയിലെ വെള്ളം ബാഷ്പമായിട്ട് നീരാവിയായിട്ട് എങ്ങോട്ട് പോകുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് മൂവ് ചെയ്യുന്നു, ഇവാപൊറേഷൻ സംഭവിക്കുന്നു. അതാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് വാട്ടർ റീച്ച് ദി റിവേഴ്സ് ആൻഡ് ലേക്സ്? റിവേഴ്സിലേക്കും ലേക്സിലേക്കും ഒക്കെ, അതായത് തടാകങ്ങളിലേക്കും നദികളിലേക്കൊക്കെ, ഈ പറയുന്ന വാട്ടർ ബോഡീസിലേക്ക്, ഓക്കെ, നദികളിലേക്കും തടാകങ്ങളിലേക്കും ഒക്കെ എങ്ങനെയാണ് ജലം എത്തുന്നത്? ത്രൂ ഓർ ബൈ റെയിൻ, അല്ലെ? മഴ പെയ്യുന്നതിലൂടെയാണ്, മഴയിലൂടെയാണ് ഈ വെള്ളം എവിടേക്ക് എത്തുന്നത്? നമ്മുടെ റിവേഴ്സിലേക്കും ലേക്സിലേക്കും ഒക്കെ എത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദിസ് വാട്ടർ? ഈ ജലത്തിന് തുടർന്ന് എന്ത് സംഭവിക്കുന്നു? ഈ ജലത്തിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു?
കുറേ വെള്ളം ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് ഭൂമിക്കടിയിലേക്ക് പെർക്കുലേറ്റ് ചെയ്യുന്നു. കുറച്ച് വെള്ളം എന്ത് ചെയ്യുന്നു? ഇവാപറേഷനിലൂടെ അഗെയിൻ റീച്ചസ് ദി അറ്റ്മോസ്ഫിയർ ആൻഡ് സ്റ്റാർട്ടഡ് കണ്ടൻസേഷൻ. ദാറ്റ് ലീഡ്സ് ടു ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് ദാറ്റ് ലീഡ്സ് ടു റെയിൻ. അല്ലെ, അത് മഴ പെയ്യാനും കാരണമാവുന്നു. അതായത് ഇവാപറേഷൻ സംഭവിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തി, അവിടെ കണ്ടൻസേഷൻ ഘനീകരണം സംഭവിച്ച് മേഘങ്ങളായി മാറി, ആ മേഘങ്ങൾ പിന്നീട് മഴയായി പെയ്ത് ആ വെള്ളം വീണ്ടും ഭൂമിയിലേക്ക് എത്തി. അങ്ങനെ 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 അതൊരു തുടർ ചക്രമായിട്ട്, ഒരു ചാക്രിക ക്രമത്തിൽ, ഒരു വാട്ടർ സൈക്കിളായിട്ട് അതങ്ങനെ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഫെനോമന, ആ ഒരു പ്രതിഭാസം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ സൈക്കിൾ. ജലപരിവൃത്തി എന്നറിയപ്പെടുന്നത് ഈ ഒരു പ്രതിഭാസത്തെയാണ്. ഓക്കെ. Sources of water can be classified as surface water and ground water. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഴ്സസ് ഓഫ് വാട്ടർ. ഓക്കെ, എന്താ സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ? ജലസ്രോതസ്സുകൾ എന്നാണ് മലയാളം. അപ്പൊ ജലസ്രോതസ്സുകളെ നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ഒന്ന് സർഫസ് വാട്ടർ, മറ്റൊന്ന് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, സോഴ്സസ് ഓഫ് വാട്ടർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സർഫസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ജലസ്രോതസ്സുകളെ നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. സർഫസ് വാട്ടർ എന്ന് പറയുമ്പോൾ ഉപരിതല ജലസ്രോതസ്സുകൾ, അതേപോലെ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ഭൂഗർഭ ജലമാണ്. ഓക്കെ, ഭൂഗർഭ ജലസ്രോതസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭൂഗർഭ ജലം. അപ്പൊ ഇങ്ങനെ സർഫസ് വാട്ടർ ആയിട്ടും ഗ്രൗണ്ട് വാട്ടർ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ സോഴ്സസിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. ഇനി രണ്ടിന്റെയും എക്സാമ്പിൾസും കൂടി നമ്മൾ ഇവിടെ നോക്കാൻ പോവാണ്. ഓഷ്യൻസ്, അതേപോലെ റിവേഴ്സ്, ലേക്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ് ആർ ദി സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ. The water level in these are very shallow. Wells, ponds, tube wells, etc. are the sources of ground water. Okay. അപ്പോൾ സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും നമ്മൾ പറഞ്ഞു. സോഴ്സസ് ഓഫ് വാട്ടറിന് അല്ലെങ്കിൽ വാട്ടർ സോഴ്സസിനെ നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? സർഫസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. സർഫസ് വാട്ടർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉപരിതല ജലസ്രോതസ്സാണ്. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭൂഗർഭ ജലസ്രോതസ്സാണ്. ഈ ഓഷ്യൻസ്, റിവേഴ്സ്, ലേക്സ്, ബാക്ക് വാട്ടേഴ്സ്, ഇതൊക്കെ എന്താ? ഇതൊക്കെ സർഫസ് വാട്ടർ സോഴ്സസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സർഫസ് വാട്ടർ സോഴ്സസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ. പിന്നെ ദി വാട്ടർ ലെവൽ ഇൻ ദീസ് ആർ വെരി ഷാലോ. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെയുള്ള പിന്നെ ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്തതായിരിക്കും. ഇവിടെ പിന്നെ ഇതിന്റെ ജലനിരപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. വാട്ടർ ലെവൽ ഇൻ ദീസ് ആർ വെരി ഷാലോ, വളരെ നേർത്തതായിരിക്കും. വാട്ടർ ലെവൽ വളരെ കുറവായിരിക്കും, നേർത്തതായിരിക്കും. അതേപോലെ ഗ്രൗണ്ട് വാട്ടറിനുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ സോഴ്സസിനുള്ള എക്സാമ്പിൾസ് ആണ് വെൽസ്, പോൺസ്, ട്യൂബ് വെൽസ്, എക്സെട്ര ആർ ദി സോഴ്സസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഭൂഗർഭ ജല സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കിണർ, കുളം, അതേപോലെ പിന്നെ കുഴൽ കിണർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഗ്രൗണ്ട് വാട്ടർ സോഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ വാട്ടർ ബിലോ ദി ഗ്രൗണ്ട് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഒരുപാട് കണ്ടന്റ് ഒന്നും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ക്ലാസ്സിലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജനറലായിട്ട് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഈ ഒരു ഡയഗ്രാം, നമ്മുടെ ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ഈ ഒരു ഡയഗ്രാം നമ്മൾ നോക്കി. അതിനുശേഷം പിന്നീട് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പരിചയപ്പെട്ടു പ്രധാനമായിട്ടും. അതേപോലെ തന്നെ വാട്ടർ സോഴ്സസിനെ നമ്മൾ രണ്ടാക്കി തിരിച്ചു, സർഫസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ, ആൻഡ് ഓൾസോ ഡിസ്കസ്ഡ് എക്സാമ്പിൾസ് ഫോർ ദി സർഫസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. രണ്ടിനും എക്സാമ്പിൾസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.